ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഞാൻ മാൽദീവ്സിലേക്ക് കടന്നു വന്നിട്ട് 2 വർഷം കറക്റ്റായിട്ട് 2 വർഷം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ അക്കാഡമിക് ഇയറിൻ്റെ എൻഡിലേക്ക് കടക്കുമ്പോൾ ഇവിടെ അക്കാഡമിക് ഇയറിൻ്റെ ബിഗിനിങ് ആണ്. ഇവിടെ ജനുവരി 27 ഇവിടെ ന്യൂ അക്കാഡമിക് ഇയർ ബിഗിൻ ചെയ്തു. അതിന് മുന്നോടിയായിട്ടുള്ള അക്കാഡമിക് ബ്രേക്ക് ആയിരുന്നു നമ്മുടെ ക്രിസ്മസിൻ്റെ സമയത്തോടനുബന്ധിച്ച്. അങ്ങനെ ഇന്ത്യയിലേക്ക് പോയ എല്ലാ ടീച്ചേഴ്സും ഏകദേശം തിരിച്ചെത്തി. ഒരു ഫ്ലൈറ്റിൽ പകുതിയോളം ടീച്ചേഴ്സ് വരുന്ന ഒരു സമയമാണ്. സെയിം റിപ്പോർട്ടിംഗ് ഡേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ടീച്ചേഴ്സൊക്കെ ഏകദേശം സെയിം ഡേറ്റിൽ തന്നെ ട്രാവൽ ചെയ്യും. അങ്ങനെ തിരിച്ചെത്തിയ ശേഷം ഈ മാലേ സെൻറ്റർ ഏറ്റവും അവരുടെ ഒരു സീസൺ ടൈം എന്ന് പറയുന്നത് ടീച്ചേഴ്സിൻ്റെ ഹോളിഡേയ്സ് ആണ്. കറക്റ്റായിട്ട് ടീച്ചേഴ്സ് ഇവിടെ നിന്ന് നാട്ടിലേക്കും അവിടെ നിന്ന് നാട്ടിൽ നിന്ന് തിരിച്ചിങ്ങോട്ടും ഈ ഒരു ടൈമിൽ കുറേ ടീച്ചേഴ്സ് റിസൈൻ ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടുത്തെ പോളിസികളിലെ മാറ്റങ്ങളും കാര്യങ്ങളും എല്ലാം കൊണ്ടും തന്നെ വേറെ ജോലികളിലേക്ക് അവർ ചേക്കേറിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ കുറേ വേക്കൻസിയും വന്നിട്ടുണ്ട്. ഈ വേക്കൻസികളൊക്കെ വന്നതിലേക്ക് പുതിയ ടീച്ചേഴ്സ് ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. പുതിയതായി എക്സ്പീരിയൻസ് നേടാനായി ആഗ്രഹിക്കുന്നവർ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടും ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഐലൻഡ് ലൈഫിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന മാലേ പോലെ അല്ല, എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നമ്മൾ ചെന്ന് പെടാൻ പോകുന്ന ഐലൻഡ് എത്രത്തോളം ഡെവലപ്ഡ് ആണ് എന്നത് അനുസരിച്ചിരിക്കും നമ്മുടെ സാധനങ്ങളുടെ അവൈലബിലിറ്റി. ദ്വീപുകളിൽ പെട്ടുപോകുന്ന മനുഷ്യരുടെ അവസ്ഥകൾ അറിയണമെങ്കിൽ മാൽദീവ്സിലെ കുറച്ച് ടീച്ചേഴ്സിനോട് ചോദിച്ചാൽ മതി. കാരണം സെയിം എക്സ്പീരിയൻസ് ആയിരിക്കും ഇവിടെയുള്ളവർക്കും. അങ്ങനെ ഞങ്ങളുടെ ഐലൻഡിലേക്ക് പോവുകയാണ്. ഈ കാണുന്ന കുഞ്ഞ് സുന്ദരമായ ഐലൻഡാണ് ഞങ്ങളുടേത്, ഒലുവേലി ഫുഷി. ഇനി ഉള്ള കുറച്ച് നാൾ ഇവിടേക്കാണ്. ഇനി അടുത്ത ഒരു ബ്രേക്ക് വരെ നാട്ടിലേക്ക് എത്തുന്നത് വരെ ഈ കടലിനാൽ ചുറ്റപ്പെട്ട ഇതാണ് നമ്മുടെ ലോകം. അങ്ങനെ ഞങ്ങൾ 3 ടീച്ചേഴ്സും ഒന്നിച്ചാണ് ഇങ്ങോട്ട് യാത്ര ചെയ്തത്. ഇനി കുട്ടിപ്പട്ടാളത്തിൻ്റെ കൂടെ ഉള്ള കുറച്ച് നാളുകൾ ഈ കുട്ടിപ്പട്ടാളത്തിൻ്റെ കൂടെ GC സിലബസും കാര്യങ്ങളും ഈ ഇട്ടാവട്ടവും ഒക്കെയായിട്ട് ഒതുങ്ങിക്കൂടുന്നു. അങ്ങനെ ഞങ്ങളുടെ ഐലൻഡിലെ കുറച്ച് ഡെവലപ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്ന് തോന്നുന്നു. ഇനി വരും നാളുകളിൽ നമുക്കിത് എക്സ്പ്ലോർ ചെയ്യാം. അങ്ങനെ ഒരു നല്ലൊരു അക്കാഡമിക് ഇയർ ആയിരിക്കട്ടെ ഇതെന്ന പ്രാർത്ഥനയോടെ ഞങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് ഞങ്ങളുടെ 2026 അംഗം.